തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരിശോധനയിലുള്ള ഒരു നിലപാടിൻ്റെ പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന എല്ലാ പരിശോധനയുമായിട്ടും സഹകരിക്കാൻ തയ്യാറാണ്. ഇവിടെ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും വാഹനം മാത്രമല്ല പരിശോധിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെടുന്ന കെ രാധാകൃഷ്ണൻ എംപിയുടെ വാഹനം പരിശോധിച്ചിട്ടുണ്ടല്ലോ, ബിജുവിൻ്റെ വാഹനം പരിശോധിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ടവരോട് അപ്പം ഞങ്ങളാരും പരാതി പറഞ്ഞിട്ടില്ലല്ലോ. ആ അന്വേഷണവുമായിട്ട് സഹകരിക്കുക എന്നുള്ളതല്ലേ. അന്വേഷണവുമായിട്ട് സഹകരിക്കാതെ അന്വേഷണ നടപടിയെ തന്നെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് എന്തോ അതിനകത്ത് എന്തോ ഉണ്ട് എന്നുള്ളതാണ്. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിലപാടിനകത്ത് എന്തോ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ സാധാരണ നിലയിൽ സഹകരിച്ചു പോയ പോരെ. അങ്ങ് സഹകരിച്ചു പോയതൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ എംപിയുടെ പരിശോധന നടന്നിട്ടുണ്ടല്ലോ. അന്നേരം എന്തേ വിവാദം ഉണ്ടായിട്ടുണ്ട്? ഇവരത് മാത്രം എന്താണ് വിവാദം? അതുമാത്രമല്ല, എനിക്കതിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ ഈ പ്രശ്നമുണ്ടായ സമയത്ത് അതെല്ലാം പകർത്തി വന്നിട്ടുണ്ടല്ലോ. പകർത്തി വന്ന സമയത്ത് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്നു, നിങ്ങളുടെ സർവീസിന് പാരിതോഷികം തരാം എന്ന നിലയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്താ എൻ്റെ അടിസ്ഥാനം? ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതല്ലേ. അതൊരു പക്വമായ നിലപാടാണോ? അതൊരു ശരിയായ നിലപാടാണോ? ഉദ്യോഗസ്ഥർ ഇലക്ഷൻ കമ്മീഷനാണ്, ഇപ്പോൾ ഗവൺമെൻ്റ് അല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പിൻ്റെ നിയന്ത്രണം. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയന്ത്രണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. ആ പരിശോധനയെ ന്യായീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇതുപോലുള്ള പരിശോധനയുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വമാണ് നിറവേറ്റേണ്ടത്. അതല്ലാതെ പരിശോധന നടത്തുന്നവരെ ഭീഷണിപ്പെടുത്തി അത് അവസാനിപ്പിക്കുക എന്നുള്ള നിലപാട് അത് ചേർന്നതല്ല, അതൊരു ഉചിതമായ നടപടിയല്ല. അതാണ് സാധാരണ നിലയിൽ ഇത്തരം ചില ആളുകൾ ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ സമീപിക്കുന്ന രീതി. അതാണ്. ആ രീതിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ പരിശോധനയുമായിട്ടും സഹകരിക്കും.